ഹല്ലേലൂയ. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 1 തുടങ്ങിയിട്ട് വായിച്ചു. നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടും ചിന്തിച്ചിട്ടും ഒക്കെ ഉള്ളതാണ്. 1 തുടങ്ങി 11 വരെ ഉള്ള വാക്യങ്ങളൊന്ന് വായിക്കുക. ആദ്യമായ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തിയ സംഭവമാണ്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ജൂലൈ മാസം 1-ാം തീയതി ഈ ആരംഭ ദിവസം ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ച് തന്നെ നമുക്ക് ചിന്തിക്കാം. ഹല്ലേലൂയ. ആമേൻ. മൂന്നാം ദിവസം ഗലീലിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ അവനോട്, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിലെന്ത്? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2 or 3 പറ വീതം കൊള്ളുന്ന 6 കൽപാത്രം ഉണ്ടായിരുന്നു. യേശു അവരോട്, ഈ കൽപാത്രങ്ങൾ വെള്ളം നിറയ്ക്കുവീൻ എന്ന് പറഞ്ഞു. അവർ വക്കോളവും നിറച്ചു. ഇപ്പോൾ കോരി കലവർക്കാരന് കൊണ്ടുപോയി കൊടുപ്പീൻ എന്ന് അവൻ പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. അത് ഇവിടെ നിന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ കലവർക്കാരൻ അറിഞ്ഞില്ല. വീഞ്ഞായി തീർന്ന വെള്ളം കലവർക്കാരൻ രുചി നോക്കിയപ്പോൾ മണവാളിനെ വിളിച്ച്, എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം വിളപ്പമായതും കൊടുക്കാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു തന്റെ മഹത്വം വെളിപ്പെടുത്തി. അവന്റെ ശിഷ്യന്മാർ അവൻ വിശ്വസിച്ചു. ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. വായിച്ച വാക്യം യേശു ആമേൻ ഹല്ലേലൂയ എന്താ പറയാ, ഇതിനെ അടയാളങ്ങളുടെ ആരംഭം ഗലീൽ കനാൽ വെച്ച് തന്റെ മഹത്വം വെളിപ്പെടുത്തി അവന്റെ ശിഷ്യന്മാർ അവന് വിശ്വസിച്ചു. അപ്പൊ ദൈവത്തിന്റെ മഹത്വം എവിടെല്ലാം വെളിപ്പെട്ടാലും ഹല്ലേലൂയ അതിൽ ഭയങ്കര ഒരുപാട് പേര് അതിൽ വിശ്വസിക്കാൻ കാരണം. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഹല്ലേലൂയ ചില വരൾച്ചകൾ ഉണ്ടാകാറുണ്ട്, ചില പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇവിടെ തുടങ്ങുന്ന ഈ അധ്യായത്തിന്റെ തുടക്കം തന്നെ 3-ാം നാൾ ഗലീലയിലെ കാനയിൽ കല്യാണമുണ്ട്. 3-ാം നാളിന് വലിയ പ്രത്യേകത ഉണ്ട് നമ്മുടെ വചനത്തിൽ. കർത്താവ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് 3-ാം നാളാണ് അല്ലേ? മരണത്തെ ജയിച്ച്, പാതാളത്തെ ജയിച്ച്, ഹല്ലേലൂയ അതുവരെ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റത്തെ ജയിച്ച്, ഹല്ലേലൂയ കർത്താവ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് ഹല്ലേലൂയ ലോകം മുഴുവൻ പറഞ്ഞ് അവസാനിച്ചു എന്ന് പറഞ്ഞെടുത്തുനിന്ന് ഹല്ലേലൂയ എഴുന്നേറ്റ് വന്നൊരു 3-ാം നാളാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറയാം, ഇന്ന് ജൂലൈ മാസം 1-ാം തീയതി ഈ വചനം കേൾക്കുന്ന, ഈ വിശ്വസിക്കുന്നവരുടെയൊക്കെ ജീവിതത്തിൽ 3-ാം നാൾ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകട്ടെ എല്ലാവരുടെ ജീവിതത്തിൽ. ഒരു ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്ന ദിവസമായി മാറട്ടെ. ദൈവത്തിന്റെ മഹത്വം ഹല്ലേലൂയ അത് വെളിപ്പെടും. ആ മഹത്വം വെളിപ്പെടുമ്പോ പറയും ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തി വലിയ അത്ഭുതം നടന്ന് അനേകർ അത് വിശ്വസിക്കാനായിട്ട്. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിന്റെ ചില പ്രവൃത്തികൾ നടക്കുന്ന സമയത്ത്, ദൈവത്തിന്റെ ചില മഹത്വം നടക്കുന്ന സമയത്ത് അനേകർ വിശ്വസിക്കുവാനായിട്ട് ഇടയാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഓരോ ദിവസം ഇപ്പൊ കഴിയും തോറും ഞാൻ കാണുന്നുണ്ട്. കാരണം വെച്ചാൽ ജാതികളായിട്ട് കത്തോലിക്കായിട്ട് നല്ല സ്പിരിറ്റിൽ കയറി നിന്ന ആൾക്കാർ പോലും വിളിച്ചിട്ട് പ്രാർത്ഥിക്കണമേ എന്ന്. നേരത്തെയൊക്കെ പ്രാർത്ഥനയെ പുച്ഛമായി കണ്ടിരുന്ന, പ്രാർത്ഥനയെ കളിയാക്കിയിരുന്ന നിങ്ങൾ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കണം, ദൈവത്തിന് വേറെ പണിയൊന്നുമില്ല അവിടെ എന്ന് ചോദിച്ച വ്യക്തി പോലും ഇന്നലെ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞു. കാരണം ഇത് ആര് പറയിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം പറയിക്കുന്നു. എങ്ങനെ പറയിക്കുന്നു വെച്ചാൽ നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുന്നത് അത് കാണുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവും. കാരണം ഞാൻ ഇന്നലെ രാത്രി സാറാമസ്റ്റോട് ഷെയർ ചെയ്ത പോലെ ഇവിടെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കുഞ്ഞുങ്ങളുടെ വിസ ക്യാൻസൽ ചെയ്യാൻ പറ്റാതെ, അവരുടെ കുടുംബത്തിന് വിസ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത്. കാരണം ഇവിടെ റൂളുണ്ട്, പുതിയതായിട്ട് റൂൾ വന്നത് 2 വർഷം മുമ്പ് വന്ന റൂളാണ്. ഹല്ലേലൂയ എന്താണെന്ന് വെച്ചാൽ, സ്പോൺസർ ചെയ്തേക്കുന്നതിൻ്റെ പേരിൽ എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ആകാതെ ഡിപ്പെൻഡന്റ് വിസ ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ഇന്നലെ വിളിച്ച് എന്നോട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഈ റൂള് നിലനിൽക്കുന്ന സമയം തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ മോളുടെ വിസ ക്യാൻസൽ ചെയ്യുന്നത്. അന്നും ഞാൻ പറഞ്ഞു മറ്റൊരാൾക്ക് വേണ്ടി ഫ്ലാറ്റ് എടുത്തോളതിൻ്റെ കേസിൻ്റെ പേര് കിടപ്പുണ്ട്. ആ സമയത്ത് അന്നുണ്ടായിരുന്ന സമയത്ത് ഇവിടെ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞ് ആ റൂള് നിൽക്കുന്നുണ്ട്, വിസ ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല കൊച്ചിൻ്റെ. അപ്പോൾ കൊച്ചിന് സ്കൂളിലേക്ക് ജോയിൻ ചെയ്യണം. അപ്പോൾ നമ്മുടെ ടൈപ്പിംഗ് സെൻ്ററിലെ ചെക്കനും പറഞ്ഞ്, ചേച്ചി ടിക്കറ്റ് ബുക്ക് ചെയ്യല്ലേ, വിസ ക്യാൻസൽ ചെയ്യാൻ പ്രശ്നമുണ്ട് എന്ന് പറയും. അപ്പോൾ ഞാൻ എന്താ ചെന്നിട്ട് ഒരു ലെറ്റർ ടൈപ്പ് വെച്ചിട്ട് ഞാൻ അവിടെ മോളെ
നമ്മുടെ അന്നടുത്ത ഓഫീസിലെ PROയും കൂടെ അകത്ത് കയറ്റിവിട്ടിട്ട് ഞാൻ പുറത്ത് നിന്ന് ഹല്ലേലൂയ അവരകത്ത് കയറി വെളി വരുന്നവർ ആ എമിഗ്രേഷന്റെ വാതൊക്കെ ഞാൻ അന്യഭാഷയെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എനിക്ക് അകത്ത് തരാൻ പറ്റില്ല. പക്ഷേ അവരകത്ത് ചെന്നപ്പോൾ അവിടെ നാൾ വലിയ ചോദ്യമൊന്നും ചോദിച്ചില്ല. ഇത് കൊടുത്ത സമയത്ത് അവളുടെ മുഖത്തൊക്കെ ഒന്ന് ചിരിച്ച് പുള്ളി ക്യാൻസലേഷൻ അടിച്ച് കൈ കൊടുത്ത്. ഹല്ലേലൂയ. അപ്പൊ ഇത് ഇന്നലെ വീണ്ടും ഞാനതത്ര നമ്മളത് പറഞ്ഞെങ്കിൽ അന്ന് ഇതിനകത്ത് സാക്ഷ്യം പറയും, അതിന്റെ മഹത്വം ഹല്ലേലൂയ അത്ര മനസ്സിലാക്കിച്ച്. പക്ഷെ ഇന്ന് അതേ അവസ്ഥയിലായിരിക്കുന്നവർ എത്ര ശ്രമിച്ചിട്ടും എത്ര നടന്നിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടും അത് ചെയ്യാൻ പറ്റാതിരിക്കുമ്പം ഇന്നലെ അതെന്നോട് വിളിച്ച് പ്രാർത്ഥിക്കണേന്ന് പറയുന്ന സമയത്ത് ഞാൻ ഈ സാക്ഷി അങ്ങോട്ട് പറഞ്ഞു. ഹല്ലേലൂയ. ഇതേ റൂള് നിലനിൽക്കുന്ന സമയത്ത് തന്നെയാണ് എൻ്റെ മോൾക്ക് വേണ്ട നിയമത്തെ ദൈവം മാറ്റി നിർത്തിക്കൊണ്ട് അന്നേരം തന്നെ കൊടുത്ത സ്പോട്ടിൽ ഒരു ദിവസം പോലും ഇച്ചിരി നേരം കഴിയട്ടെ എന്ന് പറഞ്ഞില്ല, നോക്കട്ടെ എന്ന് പോലും പറഞ്ഞില്ല. അത് വാങ്ങിച്ച് അപ്പം തന്നെ ക്യാൻസലേഷൻ അടിച്ച് പുള്ളി തന്നെ സിസ്റ്റത്തിലും ഹല്ലേലൂയ മൊത്തം എല്ലാവരും അപ്പം തന്നെ നമുക്ക് ചെക്ക് ചെയ്തപ്പോൾ എല്ലാവരും ആ ക്യാൻസലേഷൻ ആയി ടിക്കറ്റ് എടുത്ത് അവള് സമയത്ത് സ്കൂളിൽ പോയി ജോയിൻ ചെയ്തിരുന്നു. ഹല്ലേലൂയ. 2 വർഷം മുമ്പ് ദൈവം നമുക്ക് വേണ്ടി ഈ അത്ഭുതം ചെയ്തു. ആമേൻ. സ്തോത്രം. അതാ ഞാൻ പറയുന്നത്. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് ദൈവത്തിന്റെ പ്രവർത്തികൾ ചെയ്യുന്ന എന്താ? അപ്പൊ അതെന്തിനു വേണ്ടി ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള അനേകർ അതിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുവാനായിട്ട് ദൈവത്തിന്റെ മഹത്വത്തെ തിരിച്ചറിയാനായിട്ട് ദൈവത്തിൽ വിശ്വസിക്കുക, പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അവർ പറഞ്ഞ വാക്കിട്ട് ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്, 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മുടെ പ്രാർത്ഥനയെ വിശ്വസിക്കുന്നതിന്റെ കാരണം നമ്മൾ അവര് പ്രാർത്ഥിക്കുന്ന പോലെ അല്ല പ്രാർത്ഥിക്കുന്നത്. നമ്മൾ നേരിട്ട് ദൈവവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവര്, ജീവനുള്ള ദൈവത്തോട് നേരിട്ട് സംസാരിക്കുന്ന, ദൈവത്തോട് നേരിട്ട് പ്രാർത്ഥിക്കുന്നവരാണെന്ന് തിരിച്ചറിവാണ്. ആമേൻ. സ്തോത്രം. കഴിഞ്ഞ മുമ്പത്തെ ദിവസം ഞാൻ പറയാം, എൻ്റെ അമ്മ തന്നെ അമ്മയൊക്കെ നമ്മളെ പ്രാർത്ഥനയെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നതിന് വിശ്വാസം, പക്ഷെ എന്നാലും അവരാരും നമ്മുടെ വിശ്വാസത്തിലേക്ക് വന്നിട്ട്. പക്ഷേ ഒരു വിഷയം വന്നപ്പോൾ നമ്മളോട് പ്രാർത്ഥിക്കണം, മോള് പ്രാർത്ഥിച്ച ദൈവം കേൾക്കും. ഞാനൊക്കെ പറഞ്ഞ ദൈവം കേൾക്കത്തില്ല. കാരണം അവർക്കറിയാം, അവർ പറഞ്ഞ ദൈവം കേൾക്കാത്തതിൻ്റെ കാരണം അവർ സംസാരിക്കുന്നത് നേരിട്ട് ദൈവത്തോടല്ല, അവരും പല മധ്യസ്ഥന്മാരിലൂടെയാണ് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ അവര് സംസാരിക്കുന്നവർ വിഗ്രഹത്തോടാണ്, ചില സങ്കല്പങ്ങളോടാണ് സംസാരിക്കുന്നത്. പക്ഷെ നമ്മൾ സങ്കല്പങ്ങളോടല്ല സംസാരിക്കുന്നത്, നമ്മൾ സംസാരിക്കുന്ന ജീവനുള്ള ദൈവത്തോടാണ് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് മറിയയുടെ അമ്മയ്ക്ക് അറിയാമായിരുന്നു. മറിയയുടെ ഇന്ന് പലരും ആരാധിക്കുന്ന, മാതാവെന്ന് പറഞ്ഞു വെച്ച് പ്രാർത്ഥിക്കുന്ന അവിടെ യേശുവിന്റെ അമ്മയായ മറിയ, ഹല്ലേലൂയ, അവർക്കൊരു വിഷയം വന്നപ്പോൾ ഞാൻ സോൾവ് ചെയ്ത് തരാമെന്നല്ല പറഞ്ഞത്. ഹല്ലേലൂയ. നേരെ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് പറയാണ്, മകനെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അവർക്ക്, നീ അത് ചെയ്തു കൊടുക്കണം. ഹല്ലേലൂയ. ആമേ. അതവിടെ ചെയ്തു കൊടുക്കണമെന്നല്ല അവിടെ പറഞ്ഞത്. അവരെ യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെ കല്യാണത്തിന് ക്ഷണിച്ച് വീഞ്ഞ് പോരാതെ വരിക, യേശുവിന്റെ അമ്മനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. അത്ര മാത്രമേ പറഞ്ഞുള്ളൂ. എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് യേശുവിന്റെ അമ്മയ്ക്ക് അറിയും. എന്തെങ്കിലും പ്രവർത്തിക്കാൻ കഴിയുമെങ്കിൽ അത് യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. മറ്റാര് വിചാരിച്ചാലും ആ ഒരു സിറ്റുവേഷനിൽ ഒരു സൊല്യൂഷൻ വരുത്തില്ല എന്ന് യേശുവിന്റെ അമ്മയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. ഇന്നത്തെ ജനങ്ങൾക്ക് അത് ഉറപ്പില്ല. ജനങ്ങൾ നേരെ പലതിൻ്റെയും പിന്നാലെ പോകുന്ന ആൾക്കാർക്ക് യേശുവിൻ്റെ അടുക്കിലേക്ക് പോകാനായിട്ട്, യേശുവിനോട് ഹല്ലേലൂയ സംസാരിക്കാണ്ട് പ്രാർത്ഥിക്കാനോ നേരമില്ല. അവർ പലരുടെയും പിന്നാലെ ഓടിക്കൊണ്ട്. പക്ഷെ യേശുവിൻ്റെ അമ്മയ്ക്ക് ഒരു ബോധ്യം ഉണ്ടായിരുന്നു, എന്തെങ്കിലും കാര്യം ഇവിടെ നടക്കണമെങ്കിൽ, ഇവരെ നാണക്കേട് രക്ഷിക്കണമെങ്കിൽ അത് യേശുവിനെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. ആമേൻ. നമ്മൾ ഓരോരുത്തരും എന്തുകൊണ്ടാണ് നമ്മുടെ കർത്താവിന് ഇത്രത്തോളം വിശ്വസിക്കുന്നത്, ഇത്രത്തോളം സ്നേഹിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാം, എന്റെ വിഷയങ്ങൾക്കും ലോകം പറയും ഇതിനൊരു സൊല്യൂഷൻ ഇല്ല എന്ന് പറയും. ലോകത്തിന്റെ മുമ്പിൽ ഹല്ലേലൂയ അത് ഒരിക്കലും നടക്കാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞ കാര്യം പോലെ നമ്മുടെ കർത്താവിന് നടത്തി തരാൻ പറ്റും. കർത്താവ് വാഗ്ദത്തങ്ങൾ വിശ്വസ്തനാണ്. നമുക്ക് ഓരോരുത്തർക്കും വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നടന്നു പോകുന്ന കാര്യങ്ങൾ വാഗ്ദത്തത്തിന് നേരെ വിപരീതമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിലും ഹല്ലേലൂയ ആ വാഗ്ദത്തങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ സംഭവിക്കുക തന്നെ, നമ്മുടെ ജീവിതത്തിൽ നടക്കുക തന്നെ, വിടുതൽ. ഹല്ലേലൂയ. ആമേ. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ പലപ്പോഴും പറയും ഹല്ലേലൂയ ആമേ, മനുഷ്യമായി നോക്കിക്കഴിഞ്ഞാൽ ഒരു ചാൻസും ഇല്ല. മനുഷ്യമായി നോക്കി നമ്മുടെ മുന്നിൽ വഴിയില്ല. ഹല്ലേലൂയ. മനുഷ്യമായി നോക്കി ഒരു സ്റ്റെപ്പ് മുൻപോട്ട് വെക്കാൻ പറ്റില്ല. അങ്ങനെ ചിന്തിച്ച പല മേഖലയിൽ കൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മളെ ജീവനോടെ, ആയുസ്സോടെ, ആരോഗ്യത്തോടെ ദൈവം നിർത്തിയിരിക്കുന്നത് ഞാൻ പറയാം. നമ്മുടെ മാനുഷിക കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത അപ്പുറം ദൈവത്തിന്റെ ഹല്ലേലൂയ കണ്ണുകൾക്ക് കാണുന്ന പലതും നമ്മുടെ മുമ്പിൽ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് ദൈവം. ഹല്ലേലൂയ. ആമീൻ. അത് കഴിഞ്ഞതിന് ശേഷം പറയാം, അപ്പൊ അവർക്ക് വീഞ്ഞില്ല എന്നോ. യേശുവോട് സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ഇവിടെ യേശുവിന്റെ അമ്മ വന്നിട്ട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. യേശു ചോദിക്കുന്ന ഒരു ചോദ്യം ഇന്ന് പലരും തലയിലോട്ട് കയറി, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ഹല്ലേലൂയ. ആമേൻ. ഇതിനകത്ത് നീ എന്തിന് ഇടപെടുന്നു?
ഹാലേലുയ. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ദൈവം പറയുന്നത് യേശുക്രിസ്തു ഭൂമിയിൽ വന്നിട്ട് ഒരു മനുഷ്യന്റെ ഇഷ്ടത്തിനല്ല പ്രവർത്തിച്ചത്. ഒരു മനുഷ്യന്റെ ആവശ്യപ്രകാരമല്ല പ്രവർത്തിച്ചത്. ഹാലേലുയ. പിതാവിന്റെ ഇഷ്ടമാണ് കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്തതെങ്കിൽ പിതാവിന്റെ അടുത്തുനിന്ന് ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടാതെ, പിതാവ് പറയാതെ യേശു കർത്താവ് ഒന്നും ചെയ്യത്തില്ല. ആമേൻ, ആമേൻ, ആമേൻ. ആമേൻ. നമ്മളും ഇതുപോലെ തന്നെയായിരിക്കണം. സ്വർഗസ്നായ നമ്മളോട് ദൈവം എന്ത് പറയുന്നുവോ അത് മാത്രമേ ചെയ്യാവുള്ളൂ. അത് ചിലപ്പോൾ പലർക്കും അത് ഇഷ്ടമായിരിക്കത്ത, പലർക്കും അത് വിഷമമായിരിക്കും, പലർക്കും. പക്ഷെ മറ്റുള്ള മനുഷ്യരെ സന്തോഷിപ്പിക്കാനോ ഹാലേലിയ അവരുടെ ഹൃദയത്തിലെ ആഗ്രഹത്തിനനുസരിച്ച് സംസാരിക്കുന്നവരായി മാറരുത് നമ്മൾ. ഹാലേലിയ. കാരണം നമ്മുടെ ദൈവം ഒരിക്കലും, കർത്താവ് യേശുക്രിസ്തു ഒരിക്കലും ഭൂമിയിൽ വന്നിട്ട് കർത്താവിന്റെ ഇഷ്ടം. കഴിഞ്ഞ ദിവസം എൻ്റെ ആൻമോള് കഴിഞ്ഞ ദിവസം എന്നോട് പറയുന്ന, അമ്മയെ അമ്മ എൻ്റെ വയറ് ഇച്ചിരി കുറഞ്ഞ എക്സസൈസ് ചെയ്തപ്പോൾ അമ്മയൊന്ന് പ്രാർത്ഥിച്ച് അങ്ങ് പോകുന്നത്. ഞാൻ പറഞ്ഞു അമ്മ പ്രാർത്ഥിക്കത്തില്ല. അതെന്താ അമ്മ പ്രാർത്ഥിക്കാത്തത്? ഞാൻ പറഞ്ഞു ആമേഹാല യേശുക്കർത്ത് അങ്ങനെ നമ്മുടെ സ്വന്തമായ ആവശ്യമില്ലാത്ത കാര്യം അല്ലെങ്കിൽ നമുക്ക് ഉള്ള പേഴ്സണൽ ആവശ്യങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ വ്യക്തിപര ആവശ്യങ്ങൾ വെച്ചാൽ നമ്മളെ കൊണ്ട് അപ്പൊ പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവം നമുക്ക് അധികാരം തന്നെ. അപ്പൊ പറഞ്ഞ പിന്നെ അങ്ങനെ അമ്മ ഇത് പറയാം. ഞാൻ പറഞ്ഞ് നമ്മളെ കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങളാണ് ദൈവത്തിന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്നത്. ഹല്ലേലൂയ. ഇത് സാധിക്കും. ഇത് സാധിക്കും. ഇത് നീ കുറച്ചുകൂടെ എക്സർസൈസ് ചെയ്യോ, ഒരു ഡയറ്റ് ചെയ്താൽ ഇത് സാധിക്കുന്നുള്ളൂ. പക്ഷേ ഒരു സാധിക്കാത്ത ഒരു രോഗമാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ വിഷമം വന്നിരിക്കുന്നത്, അതിന് പ്രാർത്ഥിക്കാം. യേശുക്കർത്ത ഭൂമിയിലാണ് ഞാൻ എപ്പോഴും പറയുന്നത്. യേശുക്കർത്ത വിശന്നപ്പോൾ യേശുക്കർത്ത അത്ഭുതം ചെയ്തില്ല, പ്രാർത്ഥിച്ചില്ല, അപ്പത്തെ സൃഷ്ടിച്ചില്ല, ഉണ്ടാക്കിയില്ല, ഒന്നും ചെയ്തില്ല. യേശുക്കർത്ത നമ്മൾ കാണുന്നുണ്ട്. വിശന്നപ്പോൾ അത്തിയുടെ ചുവട്ടിലേക്ക് വേഗം ചെന്ന് അത്തിമരത്തിൽ എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് നോക്കിക്കൊണ്ട്. ഹല്ലേലൂയ. യേശു കർത്താവിന് ഹല്ലേലൂയ ഓരോ ആവശ്യങ്ങളുടെ സമയത്ത് യേശു കർത്താവ് ഒരിക്കലും അവിടെ യേശു കർത്താവിന് കൊടുത്തിരുന്ന ആ പവർ, ആ അതോറിറ്റി യേശു കർത്താവ് യൂസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അതുപോലെ നമ്മുടെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും വേണ്ടി ഉപയോഗിക്കാനുള്ളതല്ല നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഈ പവർ ആൻഡ് ഈ അതോറിറ്റി. ഹല്ലേലൂയ. ഈ അതോറിറ്റി എന്തിനാന്ന് വെച്ചാൽ ദൈവം തന്നിരിക്കുന്ന ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടി, ദൈവത്തിന്റെ വേലയ്ക്ക് തന്നിരിക്കുന്നതാണ്. അത് പൊതുപ്രയോജനത്തിൽ തന്നിരിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃത്യമായ ഗൈഡൻസ് ഉണ്ടെങ്കിൽ തന്നെ ചില കാര്യം ഞാൻ ചില വിഷയങ്ങൾ ചില ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല എന്ന് ഞാൻ പ്രാർത്ഥിക്കാറില്ല. അത്ര കാര്യം ദൈവം കൃത്യമായി എന്നോട് ഇടപെട്ടിട്ടുണ്ട്. അങ്ങനെ ഇടപെടുന്നവർക്ക്, വ്യക്തികൾക്ക് ഞാൻ എത്ര വലിയ സംബോധന ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല. കാരണം പരിശുദ്ധാത്മ എന്നോട് ഗൈഡ് ചെയ്തിട്ട് ഞാൻ ചെയ്യത്തില്ല അത്. ഹാലയിലെ കാരണം വെച്ച് കഴിഞ്ഞാൽ എന്റെ ഇഷ്ടത്തിൽ ചില കാര്യങ്ങൾ ദൈവം എനിക്ക് വെളിപ്പെടുത്തിയിട്ട് പറയും, ഇത് വെളിപ്പെടുത്തി തരും, ഞാൻ അത് പറയാറുണ്ട്, ഷെയർ ചെയ്യാം. പക്ഷെ നീ പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ പ്രാർത്ഥിക്കത്തില്ല അതിന്. കാരണം അതെന്താണെന്ന് പറയാൻ പ്രാർത്ഥിക്കത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എത്ര അടുപ്പമുള്ളവരാന്ന് പറഞ്ഞാൽ ആ വിഷയം പിന്നെ പ്രാർത്ഥിക്കത്തില്ല. കാരണം ഞാൻ പ്രാർത്ഥിക്കുന്നത്, ഞാൻ ശുശ്രൂഷിക്കുന്നത് എൻ്റെ ഇഷ്ടപ്രകാരം ആയിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. കാരണം വെച്ചാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചായിരിക്കണം നമ്മുടെ ശുശ്രൂഷ മുൻപോട്ട് കൊണ്ടുപോകേണ്ടത്. അതിനകത്ത് ഇപ്പൊ മറ്റുള്ള എന്താ പറയാ, ഇപ്പൊ എൻ്റെ സഹോദരങ്ങൾക്കാണ്, ഞാൻ നിങ്ങൾ എല്ലാവർക്കും കേൾക്കാറുണ്ട് അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്നത് എത്രത്തോളം പ്രാർത്ഥിക്കാറുണ്ടെന്ന്. കാരണം കർത്താവിന്റെ വചനത്തെ ഹല്ലേലൂയ പുറംകാല് കൊണ്ട് ചവിട്ടിയിട്ട് പോയവരുണ്ട്, അതിലേക്ക് ഇത്ര നാൾ പറഞ്ഞിട്ട് തിരിയാത്തവരുണ്ട്. ഇവരുടെയൊക്കെ വിഷയങ്ങൾ വരുമ്പോൾ ഞാൻ കുത്തിരുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ല. കാരണം അവരെക്കുറിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരേ ഒരു കാര്യം, ദൈവത്തിന്റെ ഹല്ലേലൂയ ദൈവത്തെ തിരിച്ചറിഞ്ഞ് ദൈവത്തിലേക്ക് വരണമെന്ന് മാത്രമാണ്. വേറെ എന്ത് കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ അങ്ങനെ അവർക്ക് അത് ഇല്ല ഇത് എന്നൊക്കെ പറഞ്ഞ് പറയുന്ന സമയത്ത്, പക്ഷെ പിന്നെ പരിശുദ്ധാൻ പ്രേരിപ്പിക്കുന്നതിൽ കാര്യം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഹാലയിലെ കാരണം നമ്മുടെ ബന്ധുക്കളാണ്, സ്വന്തക്കാരൻ, അമ്മയാണ്, അപ്പനാണ്, സഹോദരങ്ങളാണ്, ഇതെല്ലാമാണ്. പക്ഷേ അവരുടെയൊക്കെ ഹാലയിലിയ പരിശുദ്ധാത്മാ നമ്മളെ കൊണ്ട് പ്രേരിപ്പിക്കുന്നില്ലെങ്കിൽ ഹാലയിലിയ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ ഞാൻ നാവ് വളക്കത്തില്ല. ഹാലയില ഞാൻ എൻ്റെ ആ ദൈവം തന്നിരിക്കുന്ന ഇത് ദൈവ ശുശ്രൂഷ ഉപയോഗിക്കത്തില്ല. ഹാലയില കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്കെപ്പോഴും ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനാണ് ആഗ്രഹം. അത് അങ്ങനെ അന്ത്യത്തോളം അങ്ങനെ തന്നെ ദൈവത്തോട് വിശ്വസ്തയായിരിക്കണമെന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കാറുള്ളൂ. മനുഷ്യരോട് ഹല്ലേലൂയ ദൈവ സ്നേഹം വേണം, മനസ്സിൽ വേണം, എല്ലാം വേണം. പക്ഷേ ഇല്ല ദൈവത്തിന് ഇൻസ്ട്രക്ഷൻ ഇല്ല. ദൈവം പറയുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്തേക്കൊന്നും ചെയ്യാൻ നമുക്ക് അതോറിറ്റി തന്നിട്ടില്ല. ഇവിടെ അപ്പൊ എന്നിട്ട് എനിക്ക് നിനക്കും തമ്മിൽ എന്ത്, എന്റെ നാഴിക ഇതിന് വന്നിട്ടില്ല എന്ന് പറഞ്ഞു അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചു അത് ചെയ്യുന്നു. അപ്പൊ ദൈവം നമുക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. അല്ലെ എന്താ പറയാ, യേശുവിന്റെ അമ്മ പറഞ്ഞതുപോലെ തന്നെ ദൈവം എന്തെങ്കിലും കൽപ്പിച്ച അതങ്ങ് ചെയ്തേക്കണം. ഹല്ലേലൂയ. ദൈവം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇച്ചിരി പാടുള്ള കാര്യമാണ്, പ്രയാസമുള്ള കാര്യം, വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ, ബുദ്ധിക്ക് ഹല്ലേലൂയ മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യം അതങ്ങ് ചെയ്തേക്കണം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഇതുപോലെ
ഞാനൊരു മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് നമ്മുടെ ബിൽഡിംഗിൽ നമ്മുടെ ഭവനത്തിന് പുറത്തിറങ്ങി നിന്നിട്ട് 4 സൈഡിലേക്ക് കൈ ഉയർത്തി പ്രാർത്ഥിക്കണം. അപ്പൊ അതെങ്ങനെ പ്രത്യേകം എടുത്തു പറഞ്ഞു. ഹാലേലൂയ. 2 ദിവസം മുമ്പ് സംഭവിച്ച കാര്യം, എനിക്കത് വെള്ളിയാഴ്ച വൈകിട്ടാണെന്ന് എന്തോ ഞാൻ കേട്ടണം. അപ്പം പറഞ്ഞ നിങ്ങൾ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, നിങ്ങൾ ഫ്ലാറ്റിൽ നിന്ന് പുറത്തിറങ്ങണ്ട, ആ ബിൽഡിങ്ങിന് പുറത്ത് വന്നിട്ട് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും കൈ ഉയർത്തി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഹാലേലൂയ. അപ്പം ഇന്നലെ ഞാനിത് ഇത് കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ എൻ്റെ മോളോട് പറഞ്ഞ് നമുക്ക് ഒന്ന് താഴെ പോയിട്ട് പ്രാർത്ഥിക്കാം. വെളുപ്പാറത്തി പ്രെയർ കഴിഞ്ഞിട്ട് ശനിയാഴ്ച പ്രെയർ ചെയ്യുമ്പോൾ താഴെ വരെ പോയി പ്രാർത്ഥിക്കാം. അപ്പോൾ അവള് അതെന്തിനാ താഴെ വരെ പോകുന്ന കാര്യം എന്തിനാ, ഇവിടെ നിന്ന് തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പണിയിട്ടും കൈ ഉയർത്തി പ്രാർത്ഥിച്ചാൽ പോരെ എന്ന് ചോദിച്ചു. അപ്പൊ അതങ്ങനെ പ്രാർത്ഥിച്ച ദൈവം അതെന്താ ദിക്കല്ലേ? അതല്ല. ഞാൻ പറഞ്ഞു അതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു ഇവിടെ ദൈവത്തിന് ആരെങ്കിലും ഒരു കാര്യം പറയുമ്പം അതിനെ ക്വസ്റ്റ്യൻ ചെയ്ത് ഇതിന്റെ ലോജിക്ക് എന്താ അമ്മയെ പറഞ്ഞ ലോജിക്ക്? ഞാൻ പറഞ്ഞു ലോജിക്ക് ചോദിക്കുന്നവരല്ല ഹാലയിലെ ദൈവത്തിന് ഇഷ്ടം, പൊട്ടന്മാരെ പോലെ അനുസരിക്കുന്നവരെ ലോജിക്ക് ദൈവത്തിന് ഇഷ്ടം എന്ന് പറഞ്ഞു. അല്ലെ, ലോജിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് ഇതെന്തുകൊണ്ട് ചെയ്യുന്നു, ഇതെങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കുക. ഈ ലോജിക്ക് ചോദിക്കുന്നവരാണ് യേശുക്കത്ത് പറഞ്ഞപ്പോ ഈ കൽപ്പാത്രങ്ങളിലേക്ക് വെള്ളം നിറയ്ക്കത്തില്ല. ഒന്ന് നിറച്ചു കഴിഞ്ഞാൽ വെള്ളം കോരിക്കൊണ്ട് വിരുന്ന് വഴിക്ക് കൊടുക്കാൻ പറയും, കൊടുക്കത്തില്ല. ഹല്ലേലൂയ. കാരണം എന്ന് വെച്ചാൽ അവിടെ ലോജിക്ക് അന്വേഷിക്കുന്നവരാണെങ്കിൽ അത് ചെയ്യത്തില്ല. മനസ്സിലായല്ലേ? അപ്പൊ പെട്ടെന്ന് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ മറ്റുള്ളവർ നോക്കുമ്പോൾ ഒരു ലോജിക്ക് ഇല്ലാത്ത കാര്യമായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അല്ലെ, ചില ആൾക്കാർക്ക് നോക്കുമ്പോ എന്തിനാ ഇത്രയും പ്രാർത്ഥിക്കുന്നത്, എന്തിനാ ഇങ്ങനെ കിടന്ന് ഒച്ച ഉണ്ടാക്കുന്നത്, എന്തിനാ കലവിലാ ശബ്ദം വെക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതൊക്കെ അവരുടെ ലോജിക്ക് അവർ ചോദിക്കുന്നത്. നമ്മൾ ലോജിക്ക് ഇല്ലാത്തവരാണ്. ദൈവത്തിന് ലോജിക്ക് ഇല്ലാത്തവരെ ഇഷ്ടം. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. സ്തോത്രം. ഇവിടെ പറയുന്നത് അവിടെ പറഞ്ഞ് അവൻ എന്തെങ്കിലും നിങ്ങൾ കൽപ്പിച്ചാൽ ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2 3 പറ വീതം കൊള്ളുന്ന 6 കൽപ്പാത്രം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. യേശു അവരോട് ഈ കൽപ്പാത്രം വെള്ളം നിറപ്പീൻ എന്ന് പറഞ്ഞു. അപ്പൊ ആർക്കും വേണ്ടത് പുറത്ത് കടന്ന് 6 കൽപ്പാത്രങ്ങളിലേക്കാണ് കാല് ശുദ്ധീകരണത്തിനാണ് നമ്മൾ കാലം പുറത്ത് വിട്ടും കഴുകാൻ വേണ്ടി വെച്ചിട്ട് അതിനകത്തേക്ക് വെള്ളം നിറപ്പീൻ. ഹല്ലേലൂയ എന്ന് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം ഇപ്പോൾ കോരി വിരുന്ന് വഴി കൊണ്ട് കൊടുപ്പിനെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അവിടെ അവർ കൊണ്ടുപോയി കൊടുത്തത് എവിടെ നിന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരൻ വിരുന്ന് വഴി അറിഞ്ഞില്ല. വീഞ്ഞായത്തത് വെള്ളം വിരുന്ന് വഴി രുചി നോക്കിയ മണവാളിനെ പിടിച്ചു. എല്ലാവരും നല്ല വീഞ്ഞ് ലഹരി പിടിച്ച ശേഷം എളുപ്പമുള്ളം കൊടുക്കുന്നു. നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഞാനെപ്പോഴും പറയുന്നത് ഇവിടെ യേശു കർത്താവിന്റെ ഈ അത്ഭുതം നടക്കാൻ കാരണക്കാരാന്ന് വെച്ചാൽ വെള്ളം കോരിക്കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു ചെയ്ത ആ ജോലിക്കാരാണ്. കാരണം കർത്താവ് പറഞ്ഞു വെള്ളം, അവർക്കറിയാം വെള്ളം അതിനകത്ത് നിറച്ചെന്ന്. ഇത് കോരിക്കൊണ്ട് വിരുന്നുവാഴിക്ക് കൊടുക്കാൻ പറഞ്ഞു. അവർ ഒരു മടിയും കൂടാതെ കോരിക്കൊണ്ട് വിരുന്നുവാഴിക്ക് കൊടുത്തു എന്നുള്ളതാണ്. അവർ കോരുമ്പോഴും അതിൽ എടുക്കുമ്പോഴും കൊണ്ടുപോകുമ്പോഴും എല്ലാം അത് വെള്ളമായിരിക്കും. പക്ഷേ അവിടെ എന്തുകൊണ്ടാണ്? വെള്ളത്തിന് നിറമില്ല, വെള്ളത്തിന് രുചിയില്ല, വെള്ളത്തിന് ഒരു മണമില്ല, വെള്ളത്തിന് ഒരു ക്വാളിറ്റിയും ഇല്ല. പക്ഷേ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തിയപ്പോൾ, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടപ്പോൾ നിറമില്ലാത്ത വെള്ളത്തിന് നിറമുണ്ടായി, ഗുണമില്ലാത്ത വെള്ളത്തിന് ഗുണമുണ്ടായി, രുചിയില്ലാത്ത വെള്ളത്തിന് രുചിയുണ്ടായി. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത് തന്നെ ഞാൻ പറയാനുള്ളത്. ദൈവത്തിന്റെ മഹത്വം നിറയ്ക്കുക. ഇന്ന് നിനക്ക് നിറം ഉണ്ടാകത്തില്ലായിരിക്കും, നിനക്കൊരു ഗുണം ഉണ്ടാകത്തില്ല, നിന്നെക്കുറിച്ചൊരു മണം ഉണ്ടാകത്തില്ലായിരിക്കും, നിന്നെക്കുറിച്ച് മറ്റുള്ളവർക്ക് ഒരു വില ഉണ്ടാകത്തില്ലായിരിക്കും. ഹല്ലേലൂയ. പക്ഷേ ദൈവത്തിന്റെ മഹത്വം ഒന്ന് വെളിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ അതിന് നിറമുണ്ടാകും, ഗുണമുണ്ടാകും, മണമുണ്ടാകും, ആമേൻ, വിലയുണ്ടാകും. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞ ആ വീഞ്ഞിനെ കുറിച്ച് പറഞ്ഞത് ഏറ്റവും വീര്യമുള്ളതെന്നാ പറഞ്ഞേക്കെ. അപ്പൊ ദൈവം മഹത്വം ചലിച്ചു കഴിഞ്ഞാൽ ഹാലേലൂയ ആമേൻ വീര്യമില്ലാതിരിക്കുന്ന, അല്ലെ ഹാലേലൂയ ആമേൻ ആർക്കും അറിയപ്പെടാതിരിക്കുന്ന, അല്ലെ ആർക്കും ഒരു വിലയില്ലാതിരിക്കുന്ന, ഹാലേലൂയ നമ്മൾ വെറും ആമേൻ പച്ചവെള്ളത്തെ ആരും സ്നേഹിച്ച് അതൊക്കെ സ്റ്റോർ ചെയ്ത് ആരും കൂട്ടിക്കൊണ്ട് പോയി എങ്ങും എടുത്തോണ്ട് പോയി വലിയ വിലയുള്ളതാക്കി നമ്മളൊരു വീട്ടിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം എടുത്തു കൊടുക്കാൻ എല്ലാവർക്കും മടിയാ. ഹാലേലൂയ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആമേൻ ഹല്ലേലൂയ അവർക്ക് അതിനകത്ത് ഇച്ചിരി എന്തെങ്കിലും ഒരു ഇച്ചിരി തേയിലയും പഞ്ചസാരയെങ്കിലും ഇട്ടെടുത്താൽ നമുക്കൊരു ഒരു നാരങ്ങയെങ്കിലും പിഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം ഉണ്ട്. കാരണം പച്ചവെള്ളത്തിനൊരു രുചിയില്ല, പച്ചവെള്ളത്തിന് ഗുണമില്ല, പച്ചവെള്ളത്തിന് ഹല്ലേലൂയ നമ്മൾ പറയുന്ന കണക്ക് മണമില്ല. എന്തെങ്കിലും കൊടുക്കാൻ വെച്ച് രുചിയോ മണമോ ഗുണമോ ഒക്കെ ഉള്ള നമ്മൾ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരെ നമ്മൾ. ഹല്ലേലൂയ. പക്ഷെ ഇവിടെ പറയുന്നത് ഈ പച്ചവെള്ളത്തെയാണ് ദൈവത്തിന് മഹത്വം വെളിപ്പെട്ടപ്പോൾ ഏറ്റവും വീര്യമുള്ള വീഞ്ഞായി മാറിയത്. നമ്മളുടെ ജീവിതത്തിൽ ഓരോരുത്തരുടെ ജീവിതത്തിലും നമ്മൾ വീര്യമുള്ളതായി മാറുന്നത് ഹല്ലേലൂയ അതിന്റെ കാരണം ദൈവത്തിന്റെ മഹത്വമാണ്. ഒന്നിനു ഞാൻ പറയാം ഇപ്പൊ ആത്മീയമായിട്ട് പറയാനാണെങ്കിൽ ബൈബിളിന്റെ എത്ര പുസ്തകമുണ്ടെന്ന്
എന്ന് പോലും അറിയാത്ത ഹലെ നമ്മളെ ഇന്നിരുത്തി വചനം സംസാരിക്കാൻ ദൈവം യോഗ്യനാക്കി മാറ്റെങ്കിൽ അവിടെ നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത അല്ല, അവിടെ അത് ദൈവത്തിന്റെ മഹത്വം ഇറങ്ങിയത് കൊണ്ട് തന്നെയാണ് ഇത് രുചിയുള്ളതായി മാറുന്നത്. ഹാലേലിയ. അപ്പൊ ഇത് നമ്മൾ പറയുമ്പോൾ ആരെങ്കിലും കേൾക്കുന്ന അല്ലെ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറുന്നതിന്റെ കാര്യം ഇവിടെ ദൈവത്തിന്റെ മഹത്വം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഞാൻ പറയും, ഇന്നത്തെ പ്രഭാതത്തിൽ ജൂലൈ മാസം 1-ാം തീയതി ഹാലിയ നിങ്ങൾക്കായി തരുന്ന ആലോചന എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇന്ന് ചിലപ്പോൾ ഹാലിയ വലിയ രുചിയും മണവും ഗുണവും ഒന്നും ഇല്ലാതിരിക്കുന്നവരായിരിക്കും. പക്ഷേങ്കിൽ ദൈവം മഹത്വത്തോടെ ചലിച്ചു കഴിഞ്ഞാൽ ഹാലിയ ഇത് വിലയുള്ളതായി മാറും. ഹാലിയ അനേകർ വിശ്വസിക്കാൻ അത് കാരണമായി മാറും. ഹാലിയ ഇവിടെ പറയുന്നത് അങ്ങനെ തന്നെയാണ്. ദൈവത്തിന്റെ മഹത്വം ഇവിടെ പറയുന്നത് എന്താ? യേശു അതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലെ കാനായിൽ ചെയ്തു തന്റെ മഹത്വം വെളിപ്പെടുത്തി അവന്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു. ഹാലെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടപ്പോൾ ആദ്യം അവന്റെ ശിഷ്യന്മാർ കൂടെയുള്ളവരെ വിശ്വസിച്ചു. കാരണം ഇതില് ഞാൻ പറയാം, ദൈവത്തിന്റെ മഹത്വം നമ്മൾ ചലിച്ച ആദ്യം പുറത്തുള്ളവരെല്ലാം നമ്മുടെ വീടിനകത്തുള്ളവർ തന്നെ വിശ്വസിക്കും, നമ്മുടെ കൂടെയുള്ളവർ തന്നെ വിശ്വസിക്കും. ഹാലെ ഇന്ന് വലിയ വിശ്വാസ പ്രാർത്ഥനയോ വലിയ പ്രാർത്ഥനക്കാരി വേറെ പണിയൊന്നും ഇല്ലേ? ഹാലില്ല. ഇപ്പൊ പറയുന്നത് എങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അവർ വിടുതലില്ലാതിരിക്കുന്ന സിസ്റ്റർ ഇല്ലേ? അല്ലെങ്കിൽ ഭർത്താവ് വിടുവിക്കപ്പെടാത്ത സിസ്റ്റർ ഇല്ലേ? അല്ലെ ആ രോഗമുള്ള സിസ്റ്റർ ഇല്ലേ? ഇതൊക്കെ ആയിരിക്കും പറയുന്നത്. ഹാലല് അങ്ങനെ ഒരു എന്താണോ ദൈവത്തെ മനുഷ്യൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന നമ്മുടെ കുറവ് എന്താണ് അത് കണ്ടുകൊണ്ട് അവർ പറയുന്നത്. ഹല്ലേലൂയ. അത് കണ്ടാണ് വിധവയായ സ്ത്രീ, കൂരിയായ സ്ത്രീ, രക്തസ്രാവമുള്ള സ്ത്രീ, എന്താ പറയാ തളർവാദ രോഗിയായ മനുഷ്യൻ, ഇവർക്കാർക്കും പേര് പോലും ഇല്ല. അവരുടെയൊക്കെ പേര് പോലും ഒരിടത്ത് പോലും എഴുതിയില്ല. കാരണം അവരുടെ പേര് തന്നെ ജനങ്ങൾ മറന്നുപോയി. കാരണം ജനങ്ങളെല്ലാം അവരെ അറിയപ്പെടുന്നത് ഹാലേലിയ വരണ്ട കൈയുള്ള മനുഷ്യൻ, 18 വർഷമായി കൂനിയായിരിക്കുന്ന സ്ത്രീ, 38 വർഷമായി തളർവാദ രോഗിയായിരിക്കുന്ന മനുഷ്യൻ, ഹാലേലിയ 12 വർഷമായി രക്തസ്രാവക്കാരി. ഇങ്ങനെയാണ് വേദപുസ്തകത്തിൽ പോലും അങ്ങനെയാണ് അവരെ മെൻഷൻ ചെയ്തേക്കുന്നത്. ഹാലേലിയ അവർ യഥാർത്ഥ പേര് പോലും മറന്നു. ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും നമ്മളെ കുറിച്ചും ഹാലേലിയ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹാലേലിയ നമ്മുടെ പേരിനെക്കാട്ടി ഉപരിയായിട്ട് നമ്മൾ എന്ത് കുറവുണ്ട് ആ കുറവിനെയാണ് ജനം അല്ലെങ്കിൽ ലോകം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ ദൈവം നമ്മുടെ കുറവിനെ അല്ല പറയുന്നത്. ഹാലെ ദൈവം നമ്മുടെ ഇല്ലായ്മയല്ല പറയുന്നത്. ഹാലെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തി കാണാൻ നമ്മളെ വിളിക്കുന്നത്. ഹാലെ ലൂയ. സാറാമ്മ സിസ്റ്ററൊക്കെ വിളിക്കാൻ ഞാൻ പറയാം, സാറാമ്മ സിസ്റ്റർ ശുശ്രൂഷയിൽ ദൈവം എത്രത്തോളം ഉയരത്തിൽ നിർത്തുന്നോ ആ ലെവലിലാണ് സിസ്റ്റർ ദൈവം കാണുന്നത്. ഹാലെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അങ്ങനെ കാണുന്നത്. ഹാലേലിയ. പക്ഷെ ജനം നോക്കുമ്പോൾ ഇന്ന് കാണുന്നത് എന്താ നമ്മുടെ ജീവിതത്തിൽ കുറവുള്ളതെന്ന് അതേ കാണത്തുള്ളൂ. ഹാലേലിയ. എനിക്കൊരു കാര്യം ഉറപ്പാണ്, വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്, വാക്ക് മാറാത്തവനാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നമ്മൾ ഓർക്കുമ്പോൾ ഹാലേലിയ അത് ദൈവം ഓർമ്മിപ്പിക്കും. ചില സാഹചര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് ഹാലേലിയ അത് ഓർമ്മിപ്പിക്കും. ദൈവം എന്തുകൊണ്ട് അത് ഓർമ്മിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നീ ഇപ്പം നിന്നെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചോ, നീ ഇരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ നിന്നെക്കുറിച്ച് ഇതല്ല ചിന്തിക്കുന്നത്, നിന്നെ അനേക രാജ്യങ്ങൾ ഹാലേലി അയക്കും. ആ ഒരു സ്ഥലമാണ് ദൈവം നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ദൈവം നമ്മളെക്കുറിച്ച് ഓർക്കുമ്പോൾ കാണുന്ന ഇന്ന് കരഞ്ഞു വിളിച്ച് ഹാലയിലെ കയറിയിരിക്കുന്ന നമ്മളെ പ്രാർത്ഥിക്കുന്ന നമ്മളെ അല്ല ദൈവം കാണുന്നത്. ദൈവം കാണുന്ന ഹാലയിലെ ആ ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തി ദൈവത്തിന്റെ ജീവനുള്ള സാക്ഷിയായിട്ട് ഹാല ഓരോരുത്തർ നിൽക്കുന്നതാണ് ദൈവം നമ്മളെക്കുറിച്ച് കാണുന്നത്. നമ്മുടെ ഖണ്ഡം ഹാലേലിയ അതുപോലെ നമ്മുടെ പ്രതികൂല ശത്രു നമ്മുടെ മുമ്പിലേക്ക് പ്രതികൂലത്തെ കൊണ്ടുവരുമ്പോൾ ഹാലേ ലൂയ ആ പ്രതികൂലം നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ആ പ്രതികൂലത്തെ ആയിരിക്കല്ലേ കാണുന്നത്. നമ്മൾ കാണുന്ന ഇതിനപ്പുറം ദൈവം നമുക്ക് മഹത്വം വെളിപ്പെടുത്തുന്നതിനെ കുറിച്ച് കാണണം. ഹാലലൂയ. കാറ്റ് കാണാത്ത, നമ്മൾ എപ്പോഴും പറയുന്നത് കാറ്റ് കാണത്തില്ല, മഴയും കാണത്തില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, അനേകം കുഴികൾ വെട്ടും. ഈ കുഴി വെട്ടാന്ന് ഈസിയായ പരിപാടിയില്ല. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടുള്ള ഈ വചനം പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു, ദാഹിച്ച് വലഞ്ഞ് വെള്ളമില്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മരുഭൂമിയിൽ കുഴി വെട്ടാൻ പറഞ്ഞത് അത്ര ഈസിയായ കാര്യമൊന്നുമല്ല. ആ കുഴികൾ അവരെ കൊണ്ട് വെട്ടിക്കഴിഞ്ഞപ്പോഴാണ് അവിടെ വെള്ളം കൊണ്ട് നിറഞ്ഞത്. ഹാലയിലെ കാണാം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ദൈവം പറയുന്നത് നമുക്ക് അത്ര ഈസി അല്ല, അത് ഇച്ചിരി പാടാ. പക്ഷെ നമ്മൾ വിശ്വാസത്തോടെ അത് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ജീവിതത്തിൽ ഹാലയിലെ കാറ്റും മഴയൊന്നും കണ്ടില്ലല്ലോ ആ വിശ്വാസത്തോടെ വെട്ടുന്ന കുഴിയിലെ വെള്ളം കൊണ്ട് നിറയുന്നത്. എങ്ങനെയും പ്രായിക്കൊണ്ടും പിറുപുറത്തുകൊണ്ടും ശപിച്ചുകൊണ്ടും വെട്ടുന്ന കുഴിയിലല്ല വെള്ളം നിറയുന്നത്. വിശ്വാസത്തോടെ നിങ്ങൾ വെട്ടുന്ന കുഴിയിലാണ് കാറ്റും മഴയും ഇല്ലെങ്കിലും വെള്ളം നിറയുന്നത്. അപ്പൊ നമ്മുടെ വിശ്വാസം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇവിടെ. ഒരിക്കൽ ഏലിയാവിനോട് ഏലിയാവ് ആഹാബിനോട് പറയുന്നത് മഴ പെയ്യാൻ പോകുന്നു, രഥം പൂട്ട് പോവാന്ന് പറഞ്ഞ് പുറപ്പെടും. അത് കഴിഞ്ഞ ഏലിയാവിന്റെ മേൽ ദൈവത്തിന്റെ കാര്യം ശക്തിയോടെ വന്നപ്പോ ഏലിയാവ് ലോകത്തിന്റെ കുതിരകളെ പൂട്ടി രാജാവിന്റെ രഥത്തിനെക്കാരും മുന്നേ കയറി ഓടിയെന്നാണ്. ആ മുന്നേ ഓടത്തക്ക രീതിയിൽ ഇന്ന് ലോകത്തിന്റെ അത് ഏത് സിസ്റ്റം ആണെങ്കിലും എത്ര ബലവാനെന്ന് പറയുമ്പോഴും എത്ര ശക്തനെന്ന് പറയുമ്പോഴും പല അങ്ങനെ നിൽക്കുന്ന പലതിന്റെ മുന്നിൽ കയറി ഓടുവാനായിട്ട് നമ്മുടെ മുമ്പിൽ വെല്ലുവിളിച്ചുകൊണ്ട് നിന്ന ഇവിടെ അടക്കി ഭരിച്ചുകൊണ്ട് നിൽക്കുന്ന ചില വാഴ്ചകളുടെ അധികാരങ്ങളെക്കാട്ടി മുന്നമേ കയറി ഓടാനായിട്ടുള്ള കരുത്ത് ദൈവത്തിന്റെ ശക്തി നമ്മുടെ വന്നു നമ്മൾ ഓടും.
അന്ന് നമുക്കാണ് ഏലിയാവിന് ഓടാനായിട്ട് രഥം ഉണ്ടായിരുന്നില്ല. പക്ഷെ ദൈവം പറഞ്ഞ്, രഥം വേണ്ട മോനെ, നിനക്ക് എന്റെ ശക്തി തരാം. അപ്പൊ ഈ എത്ര കുതിര പൂട്ടിയ രഥമാന്ന് പറഞ്ഞാൽ അതിന് മുമ്പേ കയറി നീ ഓടാൻ പറ്റി, എന്റെ ശക്തി നിനക്കുണ്ടെങ്കിൽ. ഹാലേലൂയ. അപ്പൊ നമ്മൾ ഹാലേലൂയ പലപ്പോഴും ഈ ലോകത്തിലെ പലതിനോടും ജയിക്കുന്നത്, പലതിന്റെയും മുന്നമേ കയറി ഓടുന്ന, അപ്പൊ അതിനെക്കാട്ടി ഉയരത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നത് നമ്മുടെ കഴിവിലും മിടുക്കുമല്ല, ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേൽ വരുമ്പോഴാണ്. ആ അത്യന്ത ശക്തി നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ ഒന്നിനും നമ്മൾ പിടിച്ചു വെക്കാൻ അസാധ്യമാണ്. ഹാലേ. അപ്പൊ ആ ശക്തിയാണ് നമ്മുടെ മേൽ ദൈവം തന്നിരിക്കുന്നത്. അത് ദൈവത്തിന്റെ മഹത്വമാണ്. ആ മഹത്വം നമ്മളിലേക്ക്, യേശു കർത്താവ് പറഞ്ഞ്, എന്റെ മഹത്വം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു. ദൈവത്തോട് പറഞ്ഞ, പിതാവേ എനിക്ക് തന്ന മഹത്വം ഞാൻ ഇവർക്ക് കൊടുക്കുക. അപ്പൊ ദൈവത്തിന്റെ മഹത്വം നമ്മളിലേക്ക് ദൈവം തന്നിട്ടുണ്ട് ഓൾറെഡി. ഈ മഹത്വത്തെ തിരിച്ചറിയണം നമ്മൾ. ഈ മഹത്വത്തിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് തിരിച്ചറിയണം. ഈ മഹത്വത്തിന് ഹാലയിലെ നമ്മൾ ഉൾക്കൊണ്ട് ഹാലയിലെ ഈ മഹത്വത്തിൽ നമ്മൾ ആയിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ അതെങ്ങനെ, ഞാൻ എപ്പോഴും പറയും, നമ്മൾ എങ്ങനെ ദൈവത്തിന്റെ മഹത്വം നമ്മളിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്, എങ്ങനെ ദൈവത്തിന്റെ പ്രസൻസ് നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ സമർപ്പണമാണ്. ഹാലയിലെ പിറുപിറുക്കാതെ, നിരാശപ്പെട്ടു പോകാതെ, ക്ഷീണിച്ചു പോകാതെ, നമ്മൾ ദൈവസന്നിധി ഓരോ ദിവസവും ശക്തിയെ പുതുക്കുന്നവരായി മാറി. ഈ ശക്തി പുതുക്കുമ്പോഴാണ്, ഈ ശക്തി നമ്മൾ വർദ്ധിച്ചു വരും തോറും ഹാലേലിയ നമ്മളിലൂടെ ദൈവമഹത്വം വെളിപ്പെടാൻ, ക്രിസ്തു നമ്മളിലൂടെ വെളിപ്പെടാൻ തുടങ്ങും. ഹാലേലിയ. അതിനു വേണ്ടിയിട്ട് നമ്മൾ പെരുമാറും. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും പ്രാർത്ഥിച്ചിട്ട് മറുപടി ഉണ്ടാകത്തില്ല. പക്ഷേ ചില ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയില്ല. പക്ഷെ അപ്പോഴും ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ ഓർപ്പിക്കും, പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ ദൈവാത്മ ഇടപെട്ട് കഴിഞ്ഞാൽ മൗനമായി വായും പൂട്ടി ഇരിക്കരുത്. അവിടെ വായ തുറന്ന് തന്നെ പ്രാർത്ഥിക്കണം. നിന്റെ വായ വിസ്താരത്തുറന്ന് ഞാൻ നിറയ്ക്കാൻ ദൈവം, തുറക്കാത്ത വായ ദൈവം നിറയ്ക്കാമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. കേൾക്കുന്ന വായ നിറയ്ക്കാൻ, ചെവി കൊണ്ട് കേട്ടോണ്ടിരുന്ന വായ നിറയ്ക്കാൻ ദൈവം പറഞ്ഞു, നമ്മൾ നിറയ്ക്കാൻ ദൈവം പറഞ്ഞു. നമ്മൾ കേട്ടാൽ നമ്മൾ നിറയത്തില്ല, പക്ഷെ നമ്മൾ നമ്മൾ വായ തുറന്നാൽ നമ്മൾ നിറയ്ക്കും ദൈവം. ആ ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കണം. ദൈവം പറഞ്ഞിട്ട് ചില സമയങ്ങളിൽ, നീ എന്നോട് പറ്റിയിരിക്കുക, നീ എന്റെ ചിറകിന്റെ തണലിലിരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ മൗനമായി ഇരിക്കാനല്ല. ദൈവത്തോട് ചേർന്ന് ദൈവത്തിൽ ആത്മാവിൽ നമ്മൾ പ്രാർത്ഥിച്ചും ജാഗരിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കും. മോശയുടെ മുഖം ആ ത്വക്ക് പ്രകാശിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ മഹത്വം മങ്ങിപ്പോകുന്ന ഗ്ലോറി അല്ല നിലനിൽക്കുന്നത്, വർദ്ധിക്കുന്ന ആ മഹത്വത്തിലേക്ക് നമ്മൾ കിടക്കും. ഏലിയാവിനെ കുറിച്ച് നമ്മൾ കണ്ട മനസ്സിൽ, അന്ന് ഏലിയാവിന് രഥം ഉണ്ടായിരുന്നില്ല അല്ലേ. ഏലിയാവിനും ആഹാവിന് മുമ്പ് കയറി ഓടാൻ ദൈവം ശക്തി കൊടുത്തു. പക്ഷേ അതിനുശേഷം ഏലിയാവിനെ ഇവിടുന്ന് കൊണ്ടുവന്നേരം ദൈവം സ്വർഗത്തിൽ നിന്ന് അഗ്നിമയ രഥങ്ങളെ തന്നെ അയച്ചു. ഹാലേലൂയ. കാരണം ഈ ലോകത്തിൻ്റെതിനല്ല അയച്ചത്. ഹാലേലിയ. ദൈവം സ്വർഗത്തിലുള്ളത്. അപ്പൊ ചില സമയത്ത് നമുക്കൊക്കെ ചില കാര്യങ്ങൾ ഇല്ല എന്ന് പറയുമ്പോൾ ദൈവം പറയും, ഇപ്പൊ എന്റെ കുഞ്ഞെ, നിനക്ക് ഞാൻ എന്റെ ശക്തി തരാം, നീ ശക്തിയിൽ ഇതിനെ ജയിച്ചു. പക്ഷെ നിന്റെ ജീവിതത്തിൽ ചിലതൊക്കെ ഈ ഭൂമിയിൽ നിന്നല്ല, ഞാൻ നേരിട്ട് സ്വർഗത്തിൽ നിന്ന് അയച്ചു തരും. ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സ്വർഗത്തിൽ നിന്ന് നേരിട്ടായിരിക്കും ദൈവം തരുന്നത്. ഹാലേലിയ. ആ സ്വർഗത്തിൽ നിന്ന് ദൈവം നേരിട്ട് തന്നെ ഏറ്റവും വലിയ കാര്യം നമുക്ക് തരുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ആ പവർ വരുമ്പോൾ നിങ്ങൾ വിചാരിക്കല്ലേ, ഇവിടെ നിന്ന് അങ്ങാണ്ട് ആരും പ്രാർത്ഥിക്കുന്നവരെന്നോ നമുക്ക് വേണ്ടി നമ്മുടെ മുമ്പ് നിൽക്കുന്നവരുന്ന ഇത് വരുന്നതെന്ന് ഇപ്പൊ ഞാൻ ഇവിടുത്തെ നിന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ശരീരത്തിലേക്ക് വലിയ ശക്തി ഇറങ്ങുന്ന പലരും പറയാറുണ്ട്. അപ്പൊ ആ ശക്തി ഇവിടെ നിന്ന് അങ്ങോട്ട് വരികയല്ല ചെയ്യുന്നത്. എനിക്കത് അറിയാൻ പറ്റുന്ന എന്നിലെ പവർ, ദൈവത്തിന്റെ ശക്തി ഇറങ്ങി നിൽക്കുക, ദൈവം പരിശുദ്ധാത്മാ പ്രവർത്തിക്കുന്നതാണ്. പക്ഷെ ഈ ശക്തി നിങ്ങൾ വിചാരിക്കും, ഈ അത്യന്ത ശക്തി വരുന്നത് നമ്മളിൽ നിന്നല്ല, ഇത് നേരെ വരുന്ന സ്വർഗത്തിൽ നിന്നാണ്. നമ്മളിന്റെ ഇടയിൽ ഒരു ഉപകരണമാക്കി ദൈവം നിർത്തിയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഹാലേലിയ. അപ്പൊ ഈ ശക്തി, അപ്പൊ നമുക്ക് എന്താ ഇവിടെ ഈ ഭൂമിയിൽ നല്ല ദൈവം നമുക്ക് ഓരോന്നും തരുന്നത്, നമുക്ക് വരുന്ന സകല നന്മകളാണെങ്കിലും അനുഗ്രഹങ്ങളാണെങ്കിലും എല്ലാം വരുന്നത് സ്വർഗത്തിൽ നിന്ന് തന്നെ വരുന്നത്. കാരണം ആ സ്വർഗത്തിലെ ദൈവം ഒരു മനുഷ്യനാണ് നമ്മളെ സഹായിക്കുന്നത്, നമ്മുടെ മുമ്പിൽ ഒരു മനുഷ്യനായിരിക്കും നിൽക്കുന്നത്. പക്ഷെ ഈ മനുഷ്യനോട് ഇടപെടുന്ന ദൈവമാണ്. അപ്പൊ ഇത് എവിടുന്നാ പുറപ്പെടുന്നത്? ഇൻസ്ട്രക്ഷൻ എവിടുന്നാ വെച്ചാൽ സ്വർഗത്തിൽ നിന്നാണ്. നമ്മൾ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ നമുക്ക് വരുന്ന എല്ലാ നല്ല ദാനങ്ങളും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് സ്വർഗീയ പിതാവിൽ തന്നെ വരുന്നു. അതാണ് സത്യം നമുക്ക് വരുന്നതല്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഈ പ്രഭാതത്തിൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിന്റെ മഹത്വം ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് അനുസരണത്തോട് എന്തെങ്കിലും കൽപ്പിച്ച് അത് ചെയ്തു കഴിഞ്ഞാൽ ദൈവമഹത്വം നമ്മൾ വെളിപ്പെടും. ഈ ദൈവമഹത്വം നമ്മൾ വെളിപ്പെട്ട രുചിയില്ലാതെ, മണമില്ലാതെ, ഗുണമില്ലാതെ, വിലയില്ലാതെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഞാനും നിങ്ങൾ ഉൾപ്പെടെ ഓരോരുത്തരിലേക്കും ദൈവത്തിന്റെ രുചിയും മണവും ഗുണവും വീര്യമുള്ള ആ വീഞ്ഞ പോലെ കത്ത് ശ്രേഷ്ഠ
ശ്രേഷ്ഠമായത്, ഏറ്റവും നല്ലതൊന്ന് പുറത്തു വരും. അത് കാണുമ്പം അനേകർ കർത്താവിനെ വിശ്വസിക്കാൻ നമ്മളിലൂടെ ദൈവം അനേകരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരേണ്ട ദൈവം നമ്മളെ സഹായിക്കും. അതിനായിട്ട് ദൈവം നിങ്ങളെല്ലാവരും ഹല്ലേലൂയ ഈ പ്രഭാതത്തിൽ കർത്താവ് ഒരുക്കുമാറാകട്ടെ. നിങ്ങൾ ഈ വചനം വാഗ്ദത്ത വചനമായി തന്നെ വിശ്വാസത്തോടെ ഏറ്റെടുക്കുക. ഈ വചനത്തിന് ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് തുടങ്ങി ഓരോ ദിവസവും അത് വെളിപ്പെട്ടെ. വചന ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.